മീൻ വലയിൽ മീനിന് പകരം പ്ലാസ്റ്റിക് കുപ്പികളായാലോ? എത്ര എത്ര സങ്കടകരമായ കാര്യമാണ്. മീൻ പ്രതീക്ഷിച്ചുകൊണ്ട് വല വിരിച്ചിട്ട് തിരിച്ചു കിട്ടുന്നത് നിറയെ പ്ലാസ്റ്റിക് കുപ്പികളാണ്. വിഴിഞ്ഞം മതിപ്പുറം മേഖലയിലെ വലപ്പണിക്കാർ 25 മീറ്റർ ആഴമുള്ള കടലിൻ്റെ അടിത്തട്ടിൽ വല വിരിച്ച് രാവിലെ വലിച്ചെടുക്കുമ്പോൾ മത്സ്യങ്ങൾക്ക് പകരം പ്ലാസ്റ്റിക് ബോട്ടിലുകൾ, ബാഗുകൾ, നാപ്കിനുകൾ തുടങ്ങിയവ മാലിന്യങ്ങളാണ് കിട്ടുന്നത്. ഇവ മത്സ്യബന്ധന വലകൾ കേടാക്കുന്നതുമാണ്. ഇത് സംഭവിച്ച യാഥാർത്ഥ്യമാണ്, റിയൽ സ്റ്റോറിയാണ് പറയുന്നത്. അല്ലാതെ അതിനകത്തൊരു ഒരു സാധാരണ ഈ പരിസ്ഥിതി സെമിനാറിനൊക്കെ നമ്മൾ പറയുന്ന ഒരു വളരെ ആഗോള അങ്ങനെ പറയുന്നതല്ല. വളരെ റിയൽ സ്റ്റോറിയാണ് വിഴിഞ്ഞത്ത് നടന്നിട്ടുള്ള. കോർപ്പറേഷൻ അടിയന്തരം ഇടപെട്ട് വിഴിഞ്ഞം മതിപ്പുറത്ത് കടലിൽ നിന്നെത്തുന്ന പ്ലാസ്റ്റിക്കുകൾ അന്ന് തന്നെ നീക്കം ചെയ്യുകയും പൊഴിമുഖങ്ങളിൽ വല കെട്ടി പ്ലാസ്റ്റിക്കുകൾ കടലിൽ പോകാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യണമെന്ന് ഫ്രണ്ട്സ് ഓഫ് മറൈൻ ലൈഫ് ആവശ്യപ്പെടുന്നു. FMLൻ്റെ തീരസന്ദർശനത്തിൽ റോബർട്ട് പനപ്പള്ളി, മുഹമ്മദ് സാദിഖ്, അബു സാലി, ഗോഡ്ഫ്രിഡ് ബിജു, രവി പനക്കൽ, ഫൈസൽ എന്നിവരൊക്കെ പങ്കെടുത്തിരിക്കുന്നു. കഴിഞ്ഞ വർഷം ആലപ്പുഴ തോട്ടപ്പള്ളിയിൽ അപകടത്തിൽപ്പെട്ട MSC എൽസ എന്ന 3 ചരക്ക് കപ്പലിൽ നിന്ന് കടലിലകപ്പെട്ട പ്ലാസ്റ്റിക് പെല്ലറ്റുകൾ കോവളം തീരത്ത് വർദ്ധിച്ച അളവിൽ കരയ്ക്കടിയുകയാണ്. നോക്കൂ, ഇതുണ്ടായത് എവിടെയാണ്? തോട്ടപ്പള്ളിയിലാണ്. പക്ഷേ കരയ്ക്കടിയുന്നത് എവിടെയാണ്? ശംഖുമുഖത്താണ്. വളരെ വളരെ രസകരമായ കാര്യങ്ങളാണ്. കോവളത്താണ് അടിയുന്നത്. ശംഖുമുഖത്തുമല്ല, കോവളത്താണ് അടിഞ്ഞിരിക്കുന്നത്. 1 വർഷം മുമ്പ് കടലിലകപ്പെട്ട പ്ലാസ്റ്റിക് പെല്ലറ്റുകൾ വലിപ്പത്തിലും നിറത്തിലും ഇപ്പോൾ മാറ്റം വന്നിരിക്കുന്നു എന്നത് ഗുരുതരമായ പ്രശ്നമാണെന്ന് FMML പറയുന്നുമുണ്ട്. പ്ലാസ്റ്റിക് തരികൾ കടൽ വെള്ളത്തിൽ അലിഞ്ഞു അവയിൽ സൂക്ഷ്മജീവികളും മറ്റും വളരുകയോ ചെയ്യുന്നു. ഇത് കടൽ പരിസ്ഥിതിയിൽ ഗുരുതരമായ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് കാര്യങ്ങൾ. അതുപോലെ മഴക്കാല പൂർവ്വ ശുചീകരണം നടന്നു കഴിഞ്ഞാൽ മുഴുവൻ മാലിന്യവും കടലിലേക്ക് പോകുന്ന ഒരു സ്ഥിതിയാണ് കാണുന്നത്. നദികളിലൂടെ, തോടുകളിലൂടെ പിന്നെ ഒഴുകി വരുന്ന മാലിന്യങ്ങളെല്ലാം കുറച്ച് ഫ്ലോ ശരിയാകുമ്പോൾ ബാക്കി വരുന്ന എല്ലാ മാലിന്യങ്ങളും കടലിലേക്കാണ് പോകുന്നത്. കടൽ നിറയെ പ്ലാസ്റ്റിക് ആണെന്നുള്ള കഥയാണ്. 2050 കടലിൽ പ്ലാസ്റ്റിക് ആയിരിക്കുമോ മത്സ്യമായിരിക്കുമോ കൂടുതൽ ചോദിച്ചാൽ പ്ലാസ്റ്റിക് ആയിരിക്കും. ഇത് വളരെ ഗുരുതരമായ ഒരു പാരിസ്ഥിതിക പ്രശ്നമാണ്, ഒരു ജീവൽ പ്രശ്നമാണ്, സാമൂഹ്യ പ്രശ്നമാണ്, രാഷ്ട്രീയ പ്രശ്നമാണ്, കടൽ തൊഴിലാളികളുടെയും മത്സ്യത്തൊഴിലാളികളുടെയും അതിജീവനത്തിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവതരമായി സർക്കാർ ഇതിനകത്ത് ഇടപെടണം. പരിസ്ഥിതി സംഘടനകളും ആക്ടിവിസ്റ്റുകളും പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളും വളരെ ഗൗരവമായി പ്ലാസ്റ്റിക്കിനെതിരെയുള്ള വലിയ കുരിശുദ്ധം. പ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ മുഴുവൻ പ്ലാസ്റ്റിക്കിന്, ഞാനിപ്പോൾ പ്ലാസ്റ്റിക് കസരയിരുന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. ആ ഒരു അർത്ഥത്തിലല്ല. എൻ്റെ ക്യാമറ പ്ലാസ്റ്റിക്കാണ്, എൻ്റെ ബട്ടൺസ് പ്ലാസ്റ്റിക്കാണ്, ആ ഒരു അർത്ഥത്തിലല്ല. പേന പ്ലാസ്റ്റിക്കാണ്, ആ അർത്ഥത്തിലല്ല നമ്മൾ സംസാരിക്കുന്നത്. ഈ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ, ക്യാരി ബാഗുകൾ, ഇങ്ങനെ വലിച്ചെറിയപ്പെടുന്നവ, ഉപേക്ഷിക്കപ്പെടുന്നവ. നമ്മുടെ വീട്ടിലൊക്കെ ഇതൊക്കെ വരികയാണെങ്കിൽ നമ്മൾ പ്ലാസ്റ്റിക് കൊടുക്കുന്നത് റീസൈക്കിൾ ചെയ്യാൻ കൊടുക്കും. ഒരിക്കലും അത് റോഡിൽ കൊണ്ട് വലിച്ചെറിയാറില്ല, പുഴയിൽ കൊണ്ടെറിയാറില്ല. അതേസമയം സന്ദർശകരായി വരുന്നവർ, ടൂറിസ്റ്റുകൾ, മറ്റ് പൊതുജനങ്ങൾ ഒക്കെ വലിയ തോതിലാണ് മാലിന്യം പുഴയിലും തോട്ടിലും കടൽ തീരത്തുമൊക്കെ വലിച്ചെറിയുന്നത്. ഇത് ടൺ കണക്കിനാണ് വരുന്നത്. ഇത് മുഴുവൻ കടലിലേക്ക് പോകുമ്പോൾ കടൽ ജീവികൾ കുറേ എടുക്കും, മത്സ്യം കുറേ എടുക്കും, കുറേ വീണ്ടും കരയിലോട്ട് തന്നെ കൊണ്ടുതരും. അപ്പോൾ കടലിൽ പോകുന്നത് മുഴുവൻ കടലിൽ പോവുകയുമില്ല. ആഴക്കടലിലേക്ക് പോകുന്നത് മത്സ്യങ്ങൾ എടുത്ത് കഴിക്കും. അത് മൈക്രോ പ്ലാസ്റ്റിക്കുകൾ, വളരെ 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 പ്രത്യേക തരത്തിലുള്ള പ്ലാസ്റ്റിക് പെല്ലറ്റുകൾ വളരെ കൃത്യമായി വ്യത്യസ്തമായ നിറങ്ങളിലൊക്കെ മാറി അത് വലിയ മാരകമായ വിഷം ആണ് പലപ്പോഴും മത്സ്യങ്ങൾ കഴിക്കുക. അത് വളരെ ഗുരുതരമാണ് ഈ പ്രതിസന്ധി. ഇതിനെ സംബന്ധിച്ച് വാർത്തകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും തീരക്കടലിൽ വല നിറയെ കിട്ടുന്നത് പ്ലാസ്റ്റിക് മാലിന്യമാണ് എന്നുള്ള വളരെ ഗുരുതരമായ ഒരു കാര്യം നമ്മൾ ശ്രദ്ധയപ്പെടണം. തീരദേശത്തുള്ള ആളുകൾ ഗൗരവമായ ഒരു പരിസ്ഥിതി വിദ്യാഭ്യാസത്തിലേക്ക് പോകേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. വളരെ കൃത്യമായി പാരിസ്ഥിതിക വിദ്യാഭ്യാസത്തിലേക്ക് ജനങ്ങൾ മാറണം. അല്ലെങ്കിൽ സംഭവിക്കുന്നത് തീർച്ചയായിട്ടും കടൽ തീരത്തുള്ള ജനങ്ങൾക്ക് മാത്രമല്ല പ്രതിസന്ധി, മത്സ്യത്തൊഴിലാളികൾക്ക് മാത്രമല്ല, മത്സ്യം കഴിക്കുന്ന ഓരോ മലയാളിക്കും അതിൻ്റെ പ്രതിസന്ധി വരും. പുതിയ രോഗങ്ങൾ വരും, പുതിയ പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പ്ലാസ്റ്റിക് മാലിന്യത്തെ നമുക്ക് കൃത്യമായി കൈകാര്യം ചെയ്യേണ്ടതുണ്ട്.